എല്ലാ മാന്യപ്രേക്ഷകർക്കും കണ്ണുകടിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ അച്ഛന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഇടയ്ക്ക് ഈ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായി. അത് വേറെ ഒന്നുമില്ല, നമ്മളെ ജയ്ഗുരുവിൻ്റെ സുജിത്തേട്ടൻ്റെ ഒരു വീഡിയോ ആണ്. അതിൽ ഇപ്പം ടൂറിസ്റ്റ് ബസ് മേഖലയിൽ ഇത്ര ഇഷ്യൂ ഉണ്ടായിട്ടും അധികം പേരും പ്രതികരിക്കുന്നില്ല. പക്ഷേ സുജിത്തേട്ടൻ്റെ ഈ ഒരു കുറച്ച് വാക്കുകൾ കേട്ടപ്പം എന്തോ ഒരു ഹെഡ് ഫെൽറ്റ് അത് കുറച്ച് സംസാരിക്കണമെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റിനകത്തുള്ള വീഡിയോ കേസ്. അപ്പോൾ അച്ഛന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് ഗെയിം കളിക്കാറുണ്ടല്ലേ? ഈ ഗെയിം കളിക്കുമ്പോൾ ഏർണിങ് ഒന്നും കിട്ടാറില്ല. ഗെയിം കളിച്ച് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് റമ്മി നോബിൾ എന്ന് പറഞ്ഞ ആപ്പാണ്. നമ്മൾ അതിനകത്ത് സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 41 രൂപ കിട്ടും. ഞാനിവിടെ 501 രൂപ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ ഗെയിംസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് എൻ്റെ ഗെയിമാണ് ഡ്രാഗൺ വേഴ്സസ് ടൈഗർ എന്ന് പറയുന്ന ഗെയിം. അതിനകത്ത് നമുക്ക് ഒരു പ്രഡിക്ഷൻ ഗെയിമാണ്. നമുക്ക് ഡ്രാഗൺ ഒരു 10 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ല എന്നുള്ളത് അറിയില്ല, നോക്കാം. ബെറ്റിംഗ് കഴിഞ്ഞു. ഓക്കെ ഇപ്രാവശ്യം കിട്ടിയില്ല, 10 രൂപ ലോസായി. ഇനി നമ്മൾ ഇതിൻ്റെ 3 മടങ്ങുള്ള 30 രൂപ ഇട്ട് നോക്കുകയാണ്. ഡ്രാഗണിൽ തന്നെ 30 രൂപ ഇട്ട് കൊടുത്തു. ഇതൊരു സ്ട്രാറ്റജിയാണ്. ഞാനിനി ടൈഗറിൽ 10 രൂപ ഇട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ഡ്രാഗണാണ് വിൻ ചെയ്തത്. ഇനി ടൈഗറിലേക്ക് ഞാൻ ഈ 30 രൂപ ഇട്ട് കൊടുക്കുകയാണ്. 30 രൂപ ഇട്ടു. കാരണം നമുക്ക് പോയ പൈസ തിരിച്ചെടുക്കാം. അതിനാണ് ഞാൻ ടൈഗറിൽ 30 രൂപ ഇട്ട് കൊടുക്കുന്നത്. യെസ്, ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാനാണ് ചെയ്യുന്നത്. എനിക്ക് പൈസ തിരിച്ച് 30 രൂപ ഞാൻ കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ പ്രഡിക്ഷൻ യൂസ് ചെയ്യുന്ന വഴി ഞാനൊരു ഏകദേശം ഒരു 10-15 മിനിറ്റുള്ള ഒരു ഓൾമോസ്റ്റ് 600 രൂപ ഞാൻ സ്വന്തമാക്കി. ഇപ്പോൾ എനിക്ക് 502 + 600 1101 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. ഇനി ഇതെങ്ങനെയാണ് വിത്ഡ്രോ ചെയ്യുന്ന നോക്കാം. നമുക്ക് പേടിഎമ്മിലേക്കാണ് നമുക്ക് ഈ പൈസ വരുന്നത്. നമ്മുടെ പേടിഎമ്മിൻ്റെ കോഡ് കൊടുക്കുമ്പോൾ നമ്മുടെ മണി നമുക്ക് റിസീവ് ആയി എന്നുള്ളതിൻ്റെ മെസ്സേജ് അവിടെ കാണാം. 5 പൈസ ഇല്ലാത്ത ഈ സമയത്ത് ഈ കണ്ട ടാക്സ് ഒരു 7-8 ലക്ഷം രൂപ ടാക്സ് കടം മേടിച്ച് അടച്ചിട്ട് നാലമ്പലം ഓടാൻ വേണ്ടി വന്നപ്പോ അവിടെ KSRTCക്ക് പ്രത്യേക ക്യൂ. അതായത് അവർക്ക് ക്യൂ ഇല്ല, അവർക്ക് നേരെ വരിക, തൊഴുക, പോവുക. അമ്പലത്തിനോട് ചേർന്ന് പാർക്കിങ്. എന്റെ ഒരു വണ്ടി അതേ പാർക്കിങ്ങിൽ ഇട്ടപ്പോ പോലീസുകാരൻ പറഞ്ഞത് ഇവിടെ നിർത്തോണ്ട് പോവാനാ പറഞ്ഞത്. അതെന്താ സാർ അങ്ങനെ? ഇത് KSRTC മാത്രമുള്ളതാണ്. അതായത് അവർക്കാണ് പ്രിവിലേജ് കൂടുതൽ കൊടുക്കണേ. KSRTC എല്ലാ വർഷവും നഷ്ടങ്ങള് കോടിക്കണക്കിന് എഴുതി കൊടുക്കണ KSRTCക്ക് ഇന്ന് സ്റ്റാറും ഇന്നല്ല എന്നും സ്റ്റാർ അവരും. ഈ ഇല്ലാത്ത അല്ലെങ്കിൽ കുഞ്ഞുമക്കളുടെ സ്വർണം പണയപ്പാട് വെച്ച് ഭാര്യരെ കെട്ടുനാലി പണയപ്പാട് വെച്ച് വരുന്ന സാധാരണക്കാരനായ ഞങ്ങളൊക്കെ അപ്പൊ ആലോചിച്ച് നോക്കണേ. കടം മേടിച്ച് മുൻകൂട്ടി ടാക്സ് അടച്ച് വണ്ടി ഓടാൻ ചെല്ലുമ്പോ അതൊക്കെ ചിന്തിക്കുമ്പോ സങ്കടം വരിക. കാരണം നമ്മുടെ ഗവൺമെന്റ് അങ്ങനെയാണ്. അപ്പൊ ഇതില് സുജിത്തേട്ടൻ പറയുന്ന കാര്യം എത്ര ഉള്ളൂ, അത് നേരെ കേട്ടാൽ ആർക്കാരും മനസ്സിലാവും. കാരണം ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കടം മേടിച്ചും അല്ലാതെയൊക്കെയാണ് ഓരോ വണ്ടി എടുത്തിടുന്നത്. പത്രങ്ങളൊക്കെ പറയുന്നത് കേൾക്കണം, കോടീശ്വരന്മാരാണ് ഈ വണ്ടിയും കൊണ്ട് നടക്കണമെന്ന്, ടൂറിസ്റ്റ് ബസ്സും കൊണ്ട് നടക്കുന്നത്. 60,000 രൂപയ്ക്ക് തെണ്ടുന്ന കാര്യം അവർക്ക് മാത്രം അറിയാം. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് പൈസകൾ ഇല്ലാത്തതൊക്കെ മുടക്കിയാണ് ഓരോ ബസ്സും കൊണ്ട് നടക്കുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പം കുറേ ദിവസം കൊണ്ട് KSRTC ട്രിപ്പ് എടുക്കുകയാണ്. അത് കോളേജിൽ കയറുന്ന സ്കൂളിൽ കയറുന്ന. ഇപ്പൊ എൻ്റെ അറിയത്തിന് 2-3 സ്കൂളുകളിലൊക്കെ കയറി ട്രിപ്പ് എടുക്കുന്നു. അതിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. പക്ഷേ ടൂറിസ്റ്റ് ബസ്സിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, അത് തരാതിരിക്കാൻ മാക്സിമം ഇവിടുത്തെ ആൾക്കാരെല്ലാം ശ്രമിക്കുന്നുണ്ട്. കാരണം ടൂറിസ്റ്റ് ബസ് മേഖല മൊത്തത്തിൽ അങ്ങ് അടിച്ച് താഴെ വെച്ചിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കുക. എന്നിട്ടും ആ ഒരു പൈസ ഒന്നും ഇല്ല, നഷ്ടത്തിലാണ് ആ ഒരു സർവീസ് ഓടുന്നതെന്നാണ് ഇപ്പോഴും അവർ പറയുന്നത്. അത് തന്നെയാണ് സുജിത്തേട്ടൻ ഇതിലും പറഞ്ഞേക്കുന്നത്. ചെറിയൊരു ഉദാഹരണമാണ് പറഞ്ഞേക്കുന്നത്. നാലമ്പലം ഓടാൻ വേണ്ടി ആ ഒരു ക്ഷേത്രത്തിന് ഇവിടെ പോയപ്പോൾ ടൂറിസ്റ്റ് ബസ് ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അതായത് KSRTC പാർക്ക് ചെയ്തേക്കുക അവിടെ. അപ്പം ബസ് സാധാരണ പാർക്ക് ചെയ്യുമ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ പോയപ്പം സെക്യൂരിറ്റിക്കാരെ ഓടിച്ചു. ടൂറിസ്റ്റ് ബസ് മേഖലയിൽ മൊത്തം ആട്ടി പായിക്കുകയാണ്. KSRTC മാത്രം ഓടിയാൽ മതി എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരുത്തുകയാണെന്നാണ് ഇപ്പം തോന്നുന്നത്. കാരണം എവിടെ നോക്കിയാലും ഇപ്പം ട്രിപ്പ് പിടിക്കാൻ പോയാലും ഈ കോളേജിലും സ്കൂളിലൊക്കെ പിള്ളേർ നോക്കുന്നത് അങ്ങനെയല്ല. ടൂറിസ്റ്റ് ബസ്സിൽ പോകണമെങ്കിൽ 4,000 രൂപ, KSRTC പോകണമെങ്കിൽ 1000 രൂപ. നമ്മൾ ഇന്നലെ കണ്ടു. അതങ്ങനെയാണ്. അപ്പൊ അതിനിടയ്ക്കാണെങ്കിൽ ഇപ്പം ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ ഗ്രാഫ് അടിക്കാൻ പാടില്ല, സൗണ്ട് വയ്ക്കാൻ പാടില്ല, ഇപ്പൊ അനധികൃതമായിട്ടുള്ള സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് KSRTC എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് അനധികൃതമായിട്ടുള്ള സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞങ്ങ് മാറ്റി വെച്ചേക്കുക. എന്നിട്ടും
ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ എയർ ഹോൺ വയ്ക്കുക അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ഒരു ഫോഗ് ലൈറ്റ് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഹൈ റേഞ്ചിൽ ഓടിക്കുമ്പോൾ, അതായത് ഹൈ ബീം ലൈറ്റ്, അതായത് ഫ്രണ്ടിലത്തെ ഫോഗ് ലൈറ്റ് വയ്ക്കുന്നത് ഈ മഞ്ഞുള്ള സമയത്തൊക്കെ അത് ഇടുകയാണെങ്കിൽ മഞ്ഞ കളറിൽ നല്ല വിസിബിലിറ്റി കിട്ടും. അതല്ല സാധാരണ ലൈറ്റ് ആണെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ എത്തിവലിന് കിളിയും ഡ്രൈവറൊക്കെ കടന്ന് മെനക്കെട്ട് പാടുപെട്ടാണ് പോകുന്നത്. KSRTC ഇപ്പം മൂന്നാറിലേക്ക് ഉല്ലാസയാത്രയൊക്കെ തുടങ്ങി. ഇന്നലെ ഒരു ഫോട്ടോ കണ്ടായിരുന്നു. സന്തോഷത്തോടെ പറയില്ല, സങ്കടമുണ്ട്. കാരണം നമ്മളെല്ലാവരും ബസ്സിനെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ KSRTC ഇന്നലെ മൂന്നാറിൽ വെച്ച് എവിടെ വെച്ചൊരു വണ്ടി ഇടിച്ചായിരുന്നു, തട്ടി. അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ മൊത്തം വെള്ളമായി. അതും സങ്കടത്തോടെ തന്നെ നമ്മളും കണ്ടത്. കാരണം അവർക്കും അതിലില്ലാത്തതെന്ന് പറയാൻ വിസിബിലിറ്റി. ഫ്രണ്ടിൽ ഒരു ഫോഗ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു എയർ ഹോൺ അടിച്ചാൽ എതിരെ വരുന്ന വണ്ടികൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെ വണ്ടി വരുന്നുണ്ട്. അല്ലാതെ മഞ്ഞിൽ കൂടെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയ ലൈറ്റ് കൊണ്ടുപോയാൽ എന്തോ ബൈക്ക് വരുമ്പോൾ ചെറിയ മിന്നാമിന്നിങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലെ അത് കാണാൻ പറ്റും. അത് ഈ ഹൈ റേഞ്ചിലൊക്കെ പോയവർക്കറിയാം. ഇന്നലെ KSRTCയുടെ ഫോട്ടോ കണ്ടവർക്ക് നല്ല തട്ട് കിട്ടിയിട്ടുണ്ട്. അതിലും വിസിബിലിറ്റി ഈ ലൈറ്റിന്റെ കുറവ് തന്നെയാണ്. മഞ്ഞ ലൈറ്റ്, ഫോഗ് ലൈറ്റ് അത്യാവശ്യമാണ്. കാരണം നമ്മളിപ്പം പ്രത്യേകിച്ച് മഞ്ഞുള്ള സ്ഥലം, ഹൈ റേഞ്ച് കയറുന്ന സമയത്താണെങ്കിൽ അതില്ലാതെ ഓടാനുള്ള, കാരണം അവിടെ ഉള്ളവർക്ക് അതില്ലാതെ പറ്റില്ല. കാരണം മിക്ക ജീപ്പുകളിലും അവർ ഹൈ റേഞ്ചിൽ ഓടുന്ന KSRTC ബസ്സുകൾ ചിലതൊക്കെ നോക്കിയാൽ മതി. ചില സൂപ്പർ വെച്ചിട്ടുണ്ട്. ഡ്രൈവർമാർക്ക് അറിയാം ഇങ്ങനെ ഒരു ലൈറ്റ് ഇല്ലെങ്കിൽ പറ്റത്തില്ല. അതിപ്പം നമ്മളും അവർ മോഡിഫൈ ചെയ്താൽ നമുക്ക് ചെയ്യാം എന്ന് പറയുന്നതല്ല, അതിന്റെ കറക്റ്റായിട്ടുള്ള കാരണം മനസ്സിലാക്കുന്നില്ല. ബാക്കിയുള്ള സാറന്മാര് ചിന്തിക്കുന്ന ഇത്രേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഇവരെ നിന്ന് കുറച്ച് പൈസ ഫൈൻ അടിച്ച് വാങ്ങിക്കുക, സർക്കാരിലേക്ക് കൊടുക്കുക. അതിന് പറയാനായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നിന്ന് അടിച്ചമർത്തുക. ഒരു കൊറോണ കഴിഞ്ഞ് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ഫീൽഡിങ്ങിന്റെ കയറി വന്നത്. അത് അങ്ങനെ കയറി വന്ന് ട്രിപ്പ് പിടിച്ചു തുടങ്ങിയപ്പോൾ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂ കഴിഞ്ഞ് വന്നപ്പോഴോ KSRTCക്ക് പ്രത്യേക അനുമതി കൊടുത്തു, സ്കൂളുകളിലും കോളേജുകളിലും കയറി ട്രിപ്പ് എടുത്തോളാം. അവരുടെ ചെയ്തു. അപ്പം പിള്ളേരും കോളേജിന് ട്രിപ്പ് പോകുന്ന പിള്ളേരൊക്കെ എന്താ നോക്കുന്നത്, പൈസ കുറച്ച് കിട്ടുന്നു, അവർക്ക് ലാഭത്തിന് പോയി വരാം. പക്ഷെ അപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, 3 മാസത്തെ ഒരിക്കൽ ലക്ഷറി ടാക്സും അടച്ച് കോൺട്രാക്ട് കാരേജ് ലൈസൻസ് എടുത്ത് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, അതായത് ഈ മഞ്ഞപ്പത്രങ്ങൾ കോടീശ്വരന്മാരെന്ന് പറഞ്ഞ് തടഞ്ഞിട്ടിരിക്കുന്ന പാവപ്പെട്ടവന്മാർ, അത് തന്നെ ടൂറിസ്റ്റ് ബസ്സുമാരിൽ സുജിത്തേട്ടൻ പറയുന്നതേക്കാം. ആ ഒരു 2 വരെ അത് നിങ്ങൾ നേരെ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഈ പ്രസ്ഥാനത്തിലെ എന്താണ് സംഭവിക്കാൻ മനസ്സിലാവും. സ്വന്തം ഭാര്യയുടെ കെട്ടുതല്ലേ, കുഞ്ഞു പിള്ളേരുടെ, അത് ശ്രദ്ധിച്ച് കേട്ടണം. കാരണം കുഞ്ഞു പിള്ളേരുടെ ആഭരണങ്ങൾ വരെ പണയം വെച്ചാണ് ഈ ഫീൽഡിലേക്ക് ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല, സഹായിക്കുന്നില്ല, ആരും നിസ്സഹായരാണ്. കാരണം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണവും കുറവൊന്നുമില്ല. കാരണം ആരും അതൊന്നും ന്യൂസ് ആക്കുന്നില്ലെന്നുള്ളൂ. ആഗ്രഹിച്ചെടുത്തൊരു വണ്ടി അത് ഓടാൻ പറ്റാതെ, അതിന് ഓട്ടം കിട്ടാതെ പലയിടത്തും വഴിയരികിൽ നിങ്ങൾ കാണുമ്പോൾ പഴയ വണ്ടിയിലെ ജഡമല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുടെ ഒരു പ്രത്യേക അറിയിപ്പ്, അതിനൊരു ജീവനുണ്ട്. ആ ജീവൻ അതിൻ്റെ ഡ്രൈവറിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഓണറിൻ്റെയോ ആയിരിക്കും. ആ ആള് സ്നേഹിച്ച് പൈസ മുടക്കിയതല്ല, പൈസ കടം പലരിൽ നിന്നും മേടിച്ചായിരിക്കും ആ വണ്ടി ഇറക്കിയത്. ഫിനാൻസ് ഉണ്ടാവും, ഫിനാൻസൊക്കെ മുടങ്ങാതെ കൃത്യം അടച്ചു. കാരണം വണ്ടി സ്വന്തം പേരിൽ സ്വന്തം സ്ഥലത്ത് നിൽക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടായിരിക്കും ആ വണ്ടി ഓട്ടോ ഇല്ലെങ്കിലും പലരിൽ നിന്നും കടം മേടിച്ച്, അത് ഈ കടം മേടിച്ച് മുടിഞ്ഞ് കുത്തുപാടെടുക്കുന്ന ഒരു അവസ്ഥ എത്തിയാലേ നമ്മൾ ഈ വണ്ടി കൊടുക്കണം എന്നൊരു ചിന്ത ഉണ്ടാവും. അല്ലെങ്കിൽ അതായത് വേറൊന്നും ചിന്തിക്കണ്ട, ഈ കോടീശ്വരന്മാരെന്നൊക്കെ പറഞ്ഞ് ഈ ബസ് ഫീൽഡിലൊക്കെ തഴഞ്ഞിട്ട് നിന്ന മഞ്ഞപ്പത്രങ്ങളുണ്ടല്ലോ, അവർ ഒരു കാര്യം നോക്കിയാൽ ഈ സുജിത്തേട്ടൻ എന്ന് പറയാം, ജയിക്കുള്ള സുജിത്തേട്ടൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ട് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? എത്ര ശ്രദ്ധിച്ച. കാരണം നമ്മുടെ കണ്ണിൽ പുള്ളിക്കാരെ ക്വാളിഫിക്കേഷൻ എത്ര 5-6 വണ്ടിയുണ്ട്. എല്ലാ നിയമങ്ങളും തുല്യമാണെന്നാണ് ഇന്ത്യയിലെ മതേതര ഇന്ത്യയിൽ പറയുന്നത്. എല്ലാ നിയമങ്ങൾക്കും എല്ലാവർക്കും നിയമങ്ങൾ തുല്യമാണ്. അത് ഇത്രേ ഉള്ളൂ. അങ്ങേരി 5-6 വണ്ടിയുണ്ട്. അതും കേരളത്തിൽ അറിയപ്പെടുന്ന 2-3 വണ്ടികൾ. ഒന്നാണ് ജയ്ഗുരു എന്ന് പറയുന്നത്. ജയ്ഗുരുവിന്റെ ജിന്നിന് കേരളത്തിലുള്ള ഫാൻസ് എന്ന് പറഞ്ഞാൽ അന്യായമാണ്. കാരണം കേരള സെലിബ്രിറ്റികൾക്കുള്ള ആ ഒരു ഫാൻ ബേസ് ജിന്നിനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെ വന്നിരുന്ന് ഒരു ലൈവിൽ വന്നിരുന്നിട്ട് ഇതുപോലെ ഈ പ്രസ്ഥാനത്തിന്റെ കാര്യം പറയണം. അതായത് കടം വാങ്ങിച്ചതും സ്വന്തം ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ച കാര്യം പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? കാണുന്നുണ്ടോ? ഈ മഞ്ഞപ്പത്രങ്ങൾ പറഞ്ഞ് ഒന്ന് തഴഞ്ഞിട്ടിരുന്ന കാര്യമാണ്. കാരണം കോടീശ്വരന്മാരാണ് ഈ ഫീൽഡിലുള്ളത്. അപ്പം ഓട്ടങ്ങൾ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, 3 മാസത്തെ ഒരിക്കൽ അവർ ടാക്സ് അടച്ചോളും, ക്ഷേമനിധി അടച്ചോളും, ഒരു വർഷത്തിൽ ഒരു ഇൻഷുറൻസ് ഒക്കെ അവരടച്ചോളും, വണ്ടി ഓട്ടമൊന്നും ഇല്ലെങ്കിൽ അവരടച്ചോളും എന്ന് പറഞ്ഞവരിൽ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും ആസ്തിയെ കൊണ്ടെന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ഇങ്ങനെ വന്നിരുന്ന ലൈവിൽ പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ട്? ആ ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഈ ഫീൽഡിൽ ഇപ്പം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാം. തമിഴ്നാട്ടിൽ
വണ്ടികൾ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ അന്യായമായ രീതിയിൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത അറിയാവൂ, അവർക്ക് ഈ ഒരു കുറച്ച് കാലത്തിലാണ് കേരളത്തിലുള്ള വണ്ടികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ലൈറ്റും സൗണ്ടൊക്കെ ചെയ്ത് ട്രിപ്പ് പോയിട്ട് വന്നു അവർക്ക് മനസ്സിലായത്. അപ്പോഴവരെന്ത് ചെയ്തു, അതുപോലെയൊക്കെ അവരും ചെയ്തു തുടങ്ങി. സൂപ്പറായിട്ട് കിടിലം വണ്ടികളൊക്കെ അവിടെ ഇറങ്ങി തുടങ്ങി. അവിടെ പോയി ആലോചിച്ച് നോക്കണം, ഈ 29 സീറ്റും 10 കൊച്ചു വണ്ടികളിൽ പോലും കിട്ടില്ലമായിട്ട് അവർ വണ്ടി ഇറക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ, അവർക്ക് എല്ലാ ദിവസവും ട്രിപ്പ് കിട്ടുന്നുണ്ട്. ഈ ഒരു ലൈറ്റും സൗണ്ടും വെച്ച് നോക്കുമ്പോൾ പണ്ട് തമിഴ്നാട്ടിലുള്ള പിള്ളേർ കേരളത്തിലെ വണ്ടികളൊക്കെ വിളിച്ചോടും. പക്ഷെ ഇപ്പോഴും അവർക്ക് അവസ്ഥ മാറി. അവിടെ തന്നെ വണ്ടി ഉണ്ട്, അവർക്ക് കിട്ടില്ലമായിട്ട് അവിടെ തന്നെ വണ്ടി ഉണ്ട്. അവിടെ ട്രിപ്പ് വിളിച്ചോടുന്നു. അവരുടെ സർക്കാരും പോലീസുകാരൊക്കെ അവരുടെ കൂടെ നിൽക്കുക. പക്ഷെ നമുക്ക് മാത്രം തിരിച്ച്. ഇപ്പം കേരളത്തിലുള്ള വണ്ടികൾ ഒന്നുകിൽ കേരളത്തിലുള്ള പിള്ളേർ KSRTC വിളിച്ചോടണം, അല്ലെങ്കിൽ തമിഴ്നാട് വണ്ടി വിളിച്ചോടണം. ഈ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട് കേരളം. അതാലോചിച്ച് വേണം. ഓരോ വണ്ടി ഭ്രാന്തനെയും, ഓരോ ടൂറിസ്റ്റ് ബസ് ഓണറിനെയും, ഓരോ ഡ്രൈവറിനെയും ഓരോ കിളിയെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അവർക്കെല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. അതെല്ലാം ഈ ഒരു ബസ് എന്ന സ്വപ്നമാണ്. ആ ഒരു സ്വപ്നം അതിപ്പം കഥകൾ ഇഷ്ടംപോലെ സിനിമ എടുക്കേണ്ട കഥകൾ ഈ ഒരു കേരളത്തിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് ബസ് ജീവനക്കാർക്കും ഉണ്ട്. ആ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് പറയുക മച്ചാന്മാരെ, നമ്മൾ ഇതിന് കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ല എങ്കിൽ, ഞാൻ ഫസ്റ്റ് ഈ ഒരു ഇഷ്യൂ തുടങ്ങിയ സമയത്ത് പറഞ്ഞു 1-2 വർഷത്തിനകത്ത് ചിലപ്പോൾ ഈ ഫീൽഡ് ഇല്ലാതാകും. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്.